എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നലെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് തന്നെ ആവാം കേട്ടോ. ഞാൻ രണ്ട് നാരങ്ങ എടുത്ത് ജ്യൂസ് സ്ക്യൂസ് ചെയ്ത് പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ നാരങ്ങ തൊലിയില്ലേ, ആ തൊലി എടുത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കും. ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അന്നേരത്തേക്ക് ഞാൻ നാരങ്ങ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ നമുക്ക് ഈസി ആയില്ല. ഇനി ഫാസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ അല്ലേ, മൺഡേ തൊട്ടാണെന്ന് തോന്നണോ അല്ലേ. അന്നേരം വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ടൈമാണ്. മുസ്ലിംസിന് മാത്രമല്ല, എല്ലാവർക്കും എടുക്കാം ഈ ഫാസ്റ്റിങ്. നല്ലൊരു കാര്യത്തിലല്ലേ വെയിറ്റ് ലോസ് സംഭവിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം, ബോഡി ക്ലെൻസ്ഡ് ആവും. ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പറ്റുന്ന ദിവസം ഫാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതായത് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് സിനമൺ ഒരു സ്റ്റിക്ക്, ഓക്കെ, ലൈമ് ഞാൻ 2 നാരങ്ങ ജ്യൂസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നാരങ്ങയുടെ തുളി ഞാൻ പൊടിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നേരം ഫസ്റ്റ് നമുക്ക് ഇത് ചൂടായിക്കൊണ്ടിരിക്കണം. നമുക്ക് ഈ തുളി ആദ്യമേ ഇടുക നമ്മൾ. ഓക്കെ, പിന്നെ സിനമനും ഇട്ടു. ഓക്കെ, പിന്നെ പെപ്പർ പൗഡർ ഇല്ലാത്ത കച്ചവടം ഇല്ല. നേരം പെപ്പർ പൗഡർ 1 ടീസ്പൂൺ ഞാൻ ഇട്ടു കേട്ടോ. അതായത് ഇനി ഈ കഷി ഒന്ന് തിളയ്ക്കണം. ഓക്കെ, ഈ ഫാസ്റ്റിങ്ങിൻ്റെ ടൈമിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഷുഗർ 100% നിങ്ങൾ തൊടാതിരിക്കുക. അതിന് പകരം തേനോ ശർക്കരയോ അതൊന്നും തൊടരുത് കേട്ടോ. മാക്സിമം ഒന്നും തൊടാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ എണ്ണ പലഹാരം, ആ സാധനം കൂടുതലാണല്ലോ ഇതിനകത്ത്, അന്നേരം അത് അവോയ്ഡ് ചെയ്യുക. ഇത് രണ്ടും അവോയ്ഡ് ചെയ്യുക. മിതമായി ഫുഡ് കഴിക്കുക. പക്ഷെ വേണ്ട സാധനങ്ങൾ നിങ്ങൾ കഴിക്കാൻ ഉറപ്പ് വരുത്തുക. അല്ലാതെ നമ്മുടെ ഫുഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് ചെയ്യാന്ന് വെച്ചാൽ ഹെൽത്തി ആയിരിക്കില്ല കേട്ടോ. പക്ഷെ ഒരു അത് കൂടാതെ ഹാഫ് ആൻ അവർ നിങ്ങൾ വർക്കൗട്ട് ചെയ്തേ പറ്റൂ. അത് ഹാഫ് ആൻ ഇപ്പം ജോലി ഉള്ളവർക്ക് ജോലി ചെയ്യാതിരിക്കും ഇല്ലല്ലോ. അതുപോലെ നിങ്ങൾ ഒരു ഹാഫ് ആൻ അവർ വർക്കൗട്ടിനുള്ള ടൈം കണ്ടെത്തുക. അന്നേരം അതും കൂടെ ചെയ്താൽ സംഭവം അടിപൊളിയാവും കേട്ടോ. നന്നായിട്ട് വെയിറ്റ് കുറയും, ക്ലെൻസിങ് നടക്കും, നമ്മുടെ ഓർഗൻസ് ഒക്കെ നന്നായിട്ട് ക്ലിയർ ആയിരിക്കും. ബോഡി എന്ന് എന്നാ പറയണേ, റീജനറേഷൻ പോലെ ഒരു റീജനറേഷൻ എന്ന് പറയാം. നമ്മൾ എന്നാ പഴയ ബിൽഡിങ്ങൊക്കെ നമ്മളൊന്ന് മാറ്റി, വിൻഡോ മാറ്റി, എല്ലാം മാറ്റി, ആൾക്കാരെയൊക്കെ ഒഴിച്ച് രണ്ടാമത് ഒരു റീസ്ട്രക്ചറിങ് ഒക്കെ സംഭവിക്കില്ലേ, അങ്ങനെ അതുപോലെയാണ് ഇത്. ആയിട്ട് ബോഡി ഫുള്ളൊന്ന് ക്ലെൻസ്ഡ് ആക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് ഇത് വർക്കൗട്ടൊക്കെ ചെയ്യുക. വർക്കൗട്ട് ചെയ്യാതിരിക്കരുത് കേട്ടോ. സിമ്മിൽ വെച്ചേക്കുമായിരുന്നു. ഓക്കെ, അന്നേരം മൺഡേ തൊട്ട് നമ്മുടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഡയറ്റൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാം. നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ടാന്ന്. പഞ്ചസാരയുടെ സാധനങ്ങൾ, പിന്നെ ലൈക്ക് എണ്ണ പലഹാരങ്ങളൊക്കെ ഫ്രണ്ടിൽ വരും. പക്ഷെ നമ്മൾ കഴിക്കരുത്. അത് നമ്മളാണ് തീരുമാനം എടുക്കുന്നത്. ആദ്യം നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ ആരും നമ്മുടെ കൂട്ട് ഉണ്ടാവില്ല. എല്ലാവരും തിരിച്ചും മറിച്ചുമൊക്കെ പറയും. പക്ഷെ നമ്മളുടെ ബോഡിയിൽ നമ്മളുടെ ചേഞ്ചസ് കാണുമ്പോൾ ഇവരൊക്കെ കൂടെ വരും. എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് ആട്ടോ. എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസിൽ ഞാൻ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മക്കൾ രണ്ടുപേരും ഫുള്ളി ഡയറ്റും അത്യാവശ്യം വർക്കൗട്ടും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹസ്ബൻഡും അത്യാവശ്യം ചെയ്യുന്നുണ്ട്. മക്കൾ ഒരുവിധം അത്യാവശ്യം നല്ല സിംഗിളായി. ഹസ്ബൻഡ് ഒരുവിധം ആയിക്കൊണ്ടിരിക്കുന്നു. അന്നേരം നമ്മൾ ആദ്യമേ ഇവരൊക്കെ എന്നെ കളിയാക്കി കേട്ടോ. പക്ഷെ ഇപ്പം അവരെൻ്റെ കൂടെ ഉണ്ട്. അന്നേരം നന്നായിട്ട് തിളച്ച് ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ലൈം ജ്യൂസ് ഇല്ലേ നമ്മുടെ ചേട്ടന് ഇങ്ങോട്ടങ്ങ് ഒഴിക്കുക. ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ പരിപാടി തീരും. ഇത് നമ്മുടെ ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വെക്കണം. അതിൻ്റെ ക്ലോസ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതങ്ങനെ ഇരിക്കാം കുറച്ച് നേരം. ഇനി നമ്മൾ ഇത് കഴിക്കേണ്ട വിധം എങ്ങനെയാണ്, മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് കുടിക്കാം. ഓക്കെ, അതൊന്ന്. പിന്നെ നമുക്ക് ലഞ്ചിന് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മുമ്പ് കുടിക്കാം.
അല്ലെങ്കിൽ ലഞ്ച് കഴിഞ്ഞ് അരമണിക്കൂർ. ഞാൻ ലഞ്ച് കഴിഞ്ഞ് കുടിക്കാറുണ്ട്. പിന്നെ സ്നാക്സ് ടൈമിൽ നിങ്ങൾക്ക് വിശക്കുവാണെങ്കിൽ കുടിക്കാം. പിന്നെ ഡിന്നർ കഴിഞ്ഞും കുടിക്കാം. ഓക്കെ, ഇപ്പം ലഞ്ച് കഴിക്കുന്നില്ല, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ ആണെങ്കിൽ അതുപോലെ തന്നെ അത് കഴിച്ചു കഴിഞ്ഞ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് ഒരു 1 hour കഴിഞ്ഞ് ഇത് കുടിക്കുക. ഡിന്നർ കഴിഞ്ഞ് 1 hour കഴിഞ്ഞ് ഇത് കുടിക്കുക. നല്ല എഫക്റ്റ് ഉണ്ടാവും. നമ്മുടെ ഡൈജഷൻ ക്ലിയർ ആയിരിക്കും. പിന്നെ നമ്മുടെ ഇതില്ലേ ജോയിൻസ് പെയിൻ ഒക്കെ ഇല്ലേ, ജോയിൻസ് പെയിന് നല്ല വ്യത്യാസം ഉണ്ടാവും ഈ ഡ്രിങ്ക്. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കണേ, എന്നിട്ട് ഒന്ന് വിവരം പറയണം. ഓക്കെ, മറക്കരുത്. അന്നേരം ഇതാണ് നമ്മുടെ ഡ്രിങ്ക്. അന്നേരം ഇനി ഞാൻ ഗ്ലാസ്സിലൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ പിടിച്ചൊക്കെ കാണിക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യണേ. ഇതാണ് ഞങ്ങളുടെ പുതിയ 2-3 മെമ്പേഴ്സ് ഉണ്ട്, അകത്ത് കൊണ്ട് കേട്ടോ. സ്മൂത്തി ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് നല്ല സ്റ്റൈലായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടോ, നല്ല രസം. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ, സ്മൂത്തി ഗ്ലാസ്സൊക്കെ ഇരിക്കട്ടെ എന്ന് ഓർത്താൽ ഞാനിങ്ങനെ പരിപാടി ചെയ്തത് കേട്ടോ. ഇവർ 4 പേരുണ്ട്. 2 BHK കൂടാണിത്. മുട്ടയിടണം നോക്കിയിരിക്കുവാണ്. ഓക്കെ, അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.